10,000 അവാർഡ്. നല്ലൊരു കൈയടി നൽകുക. അതുല്യനായ കലാകാരനെ ഇവിടെ ലഭിച്ചതിൽ നമുക്ക് ഏറെ സന്തോഷിക്കാം, അഭിമാനിക്കാം. ശ്രീ പന്തളം ഞാൻ ബാലചേട്ടനോട് പറയുമായിരുന്നു, ഈ കേരളത്തിൽ ഇത്രയേറെ സുഹൃതം ലഭിച്ച, മരണാനന്തരം പോലും ഇത്രയേറെ സുഹൃതം ലഭിച്ച മറ്റൊരു കലാകാരനില്ല കലാഭവൻ മണിക്ക്. ചേർത്തലയിൽ നിന്നും സഞ്ചരിച്ച് ഇവിടെ വരുന്നതിനിടയ്ക്ക് ഒരു 20 ഓട്ടോ സ്റ്റാൻഡുകളിൽ അയ്യപ്പനെ പൂജിക്കുന്നത് പോലെ ഇന്ന് പൂജിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീ കലാഭവൻ മണി. അപൂർവമായ ഒരു രംഗമാണ് കാണാൻ കഴിയുന്നത്. മരണാനന്തരം ഒരാളിങ്ങനെ ആഘോഷിക്കപ്പെടുകയും ആചരിക്കപ്പെടുകയും അനുഭവിക്കുകയും ചെയ്യുക എന്നത് അല്ലാത്ത സുഹൃതപരമായ കാര്യമാണ്. ബഹുമാനപ്പെട്ട പിഷാരടി പറഞ്ഞതുപോലെ തന്നെ 90കളുടെ അവസാനമാണ് ഞാൻ കലാഭവൻ മണിയുമായി പരിചയപ്പെടുന്നത്. അയ്യപ്പഗാനം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് 4 പേരുടെ അയ്യപ്പഗാനം എഴുതിയാൽ മാത്രമേ അന്ന് ഒരു ഗാനരചയിതാവെന്ന രീതിയിൽ ശ്രദ്ധിക്കപ്പെടുമായിരുന്നു. യേശുദാസിൻ്റെ പാട്ട് എഴുതാൻ ഭാഗ്യം കിട്ടാത്തവർക്കൊക്കെ അന്ന് ശ്രീ ഉണ്ണിമേനോൻ്റെ അയ്യപ്പൻ എഴുതണം എന്നുള്ളതായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ സംഭവം. പിന്നെ കലാഭവൻ മണിയുടെ ഇവിടെ വീട്ടിൽ വന്ന് ഞാൻ അദ്ദേഹവുമായി സഹകരിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ വളരെ സ്നേഹത്തോടെ അദ്ദേഹം എൻ്റെ കൂടെ കൂട്ടുകയും അദ്ദേഹത്തിൻ്റെ പൊന്നമ്പലമണി എന്ന ആൽബത്തിൽ സഹകരിപ്പിക്കുകയും ചെയ്തത് ഞാനിപ്പോൾ നന്ദിയോടെ ഓർക്കുകയാണ്. വളരെ സഹാനുഭൂതിയോടെ എല്ലാവരോടും പെരുമാറുകയും സ്നേഹത്തോടെ ഇടപെടുകയും ചെയ്യുന്ന ഒരാൾ. ഒരുപക്ഷെ ആ സ്നേഹമാണ് ഇവിടെ കൂടിയിരിക്കുന്നവർ എല്ലാവരും മണിയുടെ പ്രതിരൂപങ്ങളാണ്. ജീവിതത്തിൽ സ്വപ്നം കാണാൻ പോലും ഭാഗ്യമില്ലാതെ ചെറിയ വീട്ടിൽ പാവപ്പെട്ട അച്ഛൻ്റെയും അമ്മയുടെയും മക്കളായി പിറന്നതുകൊണ്ട് ഒരു മൂലയിൽ മാറിയിരുന്നോളാൻ ആരെങ്കിലും പറഞ്ഞാൽ ആ പരിപാടി നടക്കില്ലെന്ന് നമ്മൾ ധൈര്യപൂർവ്വം നമ്മളുടെ മനസ്സിനോട് പറയാൻ തുടങ്ങിയത് മണിയുടെ ജൈത്രയാത്ര ആരംഭിച്ചതിന് ശേഷമാണ്. നമുക്ക് മാത്രം ഒരു മൂലയിൽ ഇങ്ങനെ ഇരുന്നാൽ മതി നമ്മൾ എന്ന്. ഈ കഴിഞ്ഞ ദിവസം വായിച്ചൊരു നീതിസാരത്തിലൊരു കഥയുണ്ട്. ആ കഥ ഇങ്ങനെയാണ്: ഈ മൃഗശാലയിലെ ഈ കിളികളുടെ കൂട്, അതിൽ ആഹാരം കൊടുക്കുന്നതിനിടയ്ക്ക് തത്തയുടെ കൂടടയ്ക്കാൻ മറന്നുപോയി. മൂങ്ങ പറയുകയാണ്, 2 മണിക്കൂറായിട്ട് നിന്റെ കൂട് തുറന്ന് കിടക്കുകയാണ്, രക്ഷപ്പെട്ടോളൂ. അപ്പോൾ നഷ്ടപ്പെടണം, ഭാഗ്യം പുൽകണം, തിരിച്ച് സ്നേഹം കൊടുക്കണം. കാലം എന്തോ കരുതി വച്ചിട്ടുണ്ട്, കാത്തിരിക്കുവാൻ ചൊല്ലുന്നു മനസ്സ്. കണ്ണുനീരിനും മധുരമുണ്ടായിടും, കാറ്റു ചൊല്ലുന്നു കാതോരമീ വിധം. ആട്ടിയോടിച്ചവർക്കകം തിന്നിട്ട് നിന്നെ ആട്ടുതൊട്ടിയിൽ കൊണ്ട് ഇരുത്തിടും. കൂട്ടുകാരാ ക്ഷമിക്കയെന്നോതി നിൻ പാട്ടുമൂളി പലവൊരു വാഴ്ത്തിടും. പങ്കുവച്ചൊരു ആശയമൊക്കെയും ഭ്രാന്തമെന്ന് പറഞ്ഞു നടപ്പവർ എന്നും അലങ്കാരമല്ലയോ, നല്ല വിജയത്തിന് ആധാരമല്ലയോ. അനുഭവിക്കുന്ന സങ്കടങ്ങളൊക്കെ ഭാഗ്യമാണ്. ഏത് ഇൻസ്ട്രുമെന്റും നൊമ്പരപ്പെട്ടിട്ട് മാത്രമാണ് കരയുന്നത്. വീണയെ ഞെക്കിപ്പിഴിഞ്ഞും മാന്തിയുമൊക്കെയാണ് വീണ കരുതുന്നത്. ഒരു മുളന്തണ്ടിനെ ഒരുപാട് നോവുകളും മുറിവുകളും ഉണ്ടായിട്ടാണ് അത് ഊതുന്നത്, അതിന് ശബ്ദമുണ്ടാകുന്നത്. ഒരു ഗിത്താറായാലും തബലയായാലും ചെണ്ടയായാലും ാകാത്തത് എന്ന സൂത്രവാക്യം പിടികിട്ടാത്തത് കൊണ്ടാണ്. അങ്ങനെ പിടികിട്ടിയ 2 പേർ ഇവിടെ ഇരിപ്പുണ്ട്. അവർക്കാണ് ഇന്ന് ആദരവ്. മണിയുടെ ആത്മാവ് സത്യമാണെങ്കിൽ, അദ്ദേഹം ഉടലില്ലാതെ ഇവിടെ എവിടെയോ ഉണ്ടെങ്കിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ശ്രീ പന്തളം ബാലന് ഈ പുരസ്കാരം നൽകിയപ്പോഴാണ്. തിരസ്കരിക്കപ്പെട്ട് മാറ്റി നിർത്തിയ ഒരുത്തനെ ചേർത്ത് പിടിക്കലാണ് മണിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ധന്യത. ആ ധന്യത ഒരിക്കൽ കൂടി അടയാളപ്പെട്ടിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട പന്തളം ബാലനെ ഇവിടെ ആദരിക്കുന്നു. ഒരുപാട് സിനിമകളിൽ നിന്നും പാടിയില്ലെങ്കിലും മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ചലച്ചിത്ര പിന്നണി ഗായകരെക്കാൾ ജനകീയനാണ് പന്തളം ബാലൻ. ഈ ആരാധനയോടെ ആ പാട്ട് കേൾക്കാൻ കാത്തിരിക്കുകയും ചെയ്യും. ആ പാട്ട് പാടിയ ചലച്ചിത്ര പിന്നണി ഗായകരെക്കാൾ എന്നുള്ളത് അവർ പോലും മറന്നു പോകുന്ന കാര്യമാണ്. ലോക മലയാളത്തിൽ പാടി നടന്ന് ഇത്രയേറെ ജനീകരിക്കപ്പെട്ടത് എന്ന് വിനീതമായി വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യേശുദാസിന് 40,000 രൂപയാണ് 90കളുടെ അവസാനം തൊട്ട് 2000-ന്റെ അന്ത്യം വരെ, 2000-ന്റെ ഏകദേശം 7-8 വരെ 40,000 രൂപയാണ് യേശുദാസിന്റെ പ്രതിഫലം. എല്ലാവർക്കും എല്ലാ കാലവും പാടി നടക്കാനുള്ള സ്വപ്നങ്ങളും പ്രതീക്ഷകളും കണ്ണീരും വല്ലാത്ത വേവലാതികളും വല്ലാത്ത വിഹ്വലതകളും പ്രണയവും ഭക്തിയും ഒക്കെ നാടൻ പാട്ടുകളും ഒക്കെ സമ്മാനിച്ചിട്ട് പെട്ടെന്ന് കടന്നുപോയ ഒരാൾ
ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ടെന്ന് തോന്നുന്ന വൈകാരികമായ ഒരു ആനന്ദവും അനുഭൂതിയും ഇത്രമേൽ സന്നിവേശിപ്പിക്കുന്ന ഒരു ചടങ്ങ് ഒരുപക്ഷെ ലോകത്തൊരിടത്തും സംഘടിപ്പിക്കാൻ കഴിയില്ല. അത്രയേറെ നിഷ്കളങ്കമാണ് ഈ ചടങ്ങ്. ഈ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം കിട്ടി എന്നുള്ളത് വല്ലാത്ത ഭാഗ്യമാണ്. ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാ സംഘാടകരോടും നന്ദി പറഞ്ഞുകൊണ്ട് മണിയുടെ ആത്മാവിന് മുമ്പിൽ നമസ്കരിക്കുന്നു. പ്രമോദ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു. കൂടാതെ 45-ൽ പരം ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ച അദ്ദേഹത്തിന് ആർപ്പോ എന്ന ഷോർട്ട് ഫിലിമിന് മികച്ച നടനുള്ള നാഷണൽ അവാർഡും ലഭിക്കുകയുണ്ടായി. കൂടാതെ അതോടൊപ്പം തന്നെ ശ്രീ